നമസ്കാരം. സാഹിത്യ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റാസിഖ്. പ്രധാന വാർത്തകളിലേക്ക്. MTയുടെ 9 കഥകളെ ആസ്പദമാക്കിയ മനോരഥങ്ങൾ തിരശ്ശീലയിലേക്ക്. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക്. 25ാമത് പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന്. 2023 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. MTയുടെ 9 കഥകളെ ആസ്പദമാക്കിയ മനോരഥങ്ങൾ തിരശ്ശീലയിലേക്ക്. MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി ചലച്ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഓളവും തീരവും, ഒരു യാത്രാക്കുറിപ്പ്, ഷെർലക്, ശിലാലിഖിതം, വിൽപ്പന, കടൽക്കാറ്റ്, കാഴ്ച, അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്ന സമയം എന്നീ ചെറുകഥകളാണ് തിരശ്ശീലയിലേക്ക് വരുന്നത്. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക്. ഈ വർഷത്തെ SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക്. ഹൈന്ദവം എന്ന കൃതിക്കാണ് പ്രശംസാപത്രവും 25,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം ലഭിച്ചത്. 25ാമത് പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന്. 25ാമത് പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് അർഹനായി. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ NS മാധവൻ, ചെയർമാനും കവിയും ഗദ്യകാരനുമായ കൽപ്പറ്റ നാരായണൻ, നിരൂപക S ശാരദക്കുട്ടി എന്നിവർ അംഗങ്ങളായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 2023 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. OV വിജയൻ സ്മാരക സമിതിയുടെ 2023 സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. എഴുത്തുകാരൻ KP രാമനുണ്ണിക്കാണ് കഥാപുരസ്കാരം. നോവൽ പുരസ്കാരത്തിന് V ഷിനിലാലും യുവകഥാ പുരസ്കാരത്തിന് ജിൻഷ ഗംഗയും അർഹരായി. ഹരികൃഷ്ണൻ തച്ചാടനാണ് യുവകഥാ പുരസ്കാരത്തിനുള്ള പ്രത്യേക ജൂറി പരാമർശം. KP രാമനുണ്ണിയുടെ ശരീരദൂരം, ഹൈന്ദവം എന്നീ കൃതികൾക്കാണ് അവാർഡ്. V ഷിനിലാലിന്റെ നോവൽ 124, ജിൻഷ ഗംഗ രചിച്ച തേറ്റ എന്ന കഥയുമാണ് പുരസ്കാരത്തിന് അർഹമായത്. ഹരികൃഷ്ണന്റെ പാത്തുമ്മയുടെ വീട് ആണ് പ്രത്യേക ജൂറി പരാമർശം നേടിയത്. ഇനി പുസ്തക ലോകത്തിലേക്ക്. രാമചന്ദ്ര ഗുഹ രചിച്ച ഗാന്ധി എന്ന പച്ചമനുഷ്യൻ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കി. ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെയും വ്യക്തിയെയും ഒരുപോലെ വിശകലനം ചെയ്യുന്ന രചന ഗാന്ധിയുടെ സമകാലികരായിരുന്ന നേതാക്കളെയും ഒപ്പം പ്രവർത്തിച്ചിരുന്നവരെയും ഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് നാം ഇന്നറിയുന്ന മഹാത്മാഗാന്ധി രൂപപ്പെട്ടത് എങ്ങനെയെന്ന് ആവിഷ്കരിക്കുന്നു. ഗാന്ധിയുടെ ജീവചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് PS രാജേഷ്. M കൃഷ്ണൻ നായർക്ക് പ്രിയപ്പെട്ട വിശ്വോത്തര കഥകൾ എന്ന വിശ്വോത്തര കഥകളുടെ സമാഹാരം രമാമേനോന്റെ പരിഭാഷയിൽ വായനക്കാരിലേക്ക്. വിശ്വസാഹിത്യത്തെയും എഴുത്തുകാരെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ സാഹിത്യവാരഫലത്തിൽ M കൃഷ്ണൻ നായർ ക്ലാസിക് കഥകളായി പലവട്ടം വിശേഷിപ്പിച്ച വിശ്വോത്തര സമാഹാരം രമാമേനോൻ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു. ഓരോ കഥയെയും കുറിച്ച് കൃഷ്ണൻ നായരുടെ പരാമർശങ്ങളും ചേർത്തിരിക്കുന്നു. ഗീതെ, മോപ്പസാങ്, ആന്റൺ ചെക്കോവ്, സാക്കി, ഏർണസ്റ്റ് ഹെമിംഗ്വേ, റുഡ്യാർഡ് ക്ലിപ്പിംഗ്, ഇസാക് ബാബേൽ, ആന്ദ്രേ പ്ലാറ്റനോവ്, ഹെൻറിക് ലേസ്റ്റ തുടങ്ങിയവരുടെ സമാഹാരം മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പുതിയ കവിതാ സമാഹാരം ഉൽക്കകൾ മാതൃഭൂമി ബുക്സ് പുറത്തിറക്കി. അലകൾ എന്ന കവിതാ സമാഹാരത്തിന് ശേഷം ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ പുതിയ കവിതാ സമാഹാരമാണ് ഉൽക്കകൾ. അംബികാസുധൻ മാങ്ങാടിന്റെ പുതിയ നോവൽ അല്ലോഹലൻ വായനക്കാരിലേക്ക്. വടക്കൻ കേരളത്തിലെ തോറ്റംപാട്ടുകളിൽ നിന്നും ഉരിയാട്ടങ്ങളിൽ നിന്നും വാമൊഴികളിൽ നിന്നുമെല്ലാം കണ്ടെടുക്കപ്പെട്ട അല്ലോഹലൻ എന്ന സാമന്ത രാജാവിന്റെ ചരിത്രമാണ് നോവലിൽ ആഖ്യാനം ചെയ്യപ്പെടുന്നത്. പുസ്തക പ്രകാശനം. ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ് മലയാള വിഭാഗം പുസ്തക പ്രകാശനം നടത്തി. ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥിയായ ദയാ ADയുടെ നനയ്ക്കാതെ പൂത്തത് എന്ന കവിതാ സമാഹാരം കവിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ PN ഗോപികൃഷ്ണൻ പ്രകാശനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MTയുടെ 9 കഥകളെ ആസ്പദമാക്കിയ മനോരഥങ്ങൾ തിരശ്ശീലയിലേക്ക്. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക്. 25ാമത് പത്മപ്രഭ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന്. 2023 OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു.
സാഹിത്യലോകത്തെ പുതിയ വാർത്തകളുമായി അടുത്ത മാസം. നന്ദി, നമസ്കാരം.